ഹദീസുകളും സ്വാതന്ത്ര്യ കേന്ദ്രം കത്തി അവസാനമില്ല IMLA പോണി അത് ഇത് സാറൊരു കോൺഗ്രസിന്റെ ഇതിന്റെ കഷ്ടങ്ങളുണ്ട് ഇതിന്റെ 300 കത്താറ് ഞങ്ങൾക്ക് പോട്ടോ നിങ്ങളുടെ മുന്നിൽ ആ സ്ത്രീകളല്ല ഞങ്ങളെ കൊണ്ട് വേർത്തിനൊരു പരിഹാരം കാണും. ആൾക്കാർ നിന്ന് കത്തിക്കുകയാണെങ്കിൽ കത്തിച്ച് പൊളിക്കുകയാണ്. പോലീസുകാരൊന്നല്ല ആൾക്കാരെ കത്തിക്കുക. ഞങ്ങൾ നല്ലോണം കണ്ടിട്ട് കത്തിക്കണം. അവർ തീവ്രവാദികളാണ്. ജീകാരെ കൊണ്ടാണ് ഇവിടെ ജീവിക്കാൻ അടിച്ച് പൊളിക്കുകയാണ്. ഇവിടെ നിന്ന് പൊളിക്കണം. അപ്പം ജീവിക്കാൻ കഴിയില്ല. അവര് പറഞ്ഞു ജീവിക്കാതെ വാങ്ങാൻ ചോദിച്ചോ നിങ്ങളെ ജീവിക്കില്ലാന്ന്. ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഞങ്ങളെ നാട്ടിൽ ജീവിക്കാൻ പറഞ്ഞു. ഇപ്പോഴും ഒരു പറഞ്ഞു നടക്കുന്നതന്നെ കാട്ടിത്തരാന്ന്. ഞങ്ങളെ പിന്നെ നാട് വിട്ടു പോയി തിന്നാൻ പറയുന്ന ആളില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ജീവിതത്തിൽ കത്തിച്ചാണ്ട് ഒരു പോലീസുകാരെ മേലെ പോലീസുകാരല്ല ആൾക്കാരെന്നെ ഖുർആൻ കത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലുള്ള ഖുർആൻ ബുക്കും ഖുർആനും ഒക്കെ കത്തിച്ചു. ഇതിനൊരു പരിഹാരം കാണാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. എന്താ പേര്? എന്റെ പേര് ആളുണ്ടാവേ ബൈക്ക് കൊണ്ടുപോയി 23-ാം തീയതി കല്യാണം വിചാരിച്ച ചോദിച്ച് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. അളമാറ കൊടുത്തത് അത് ബൈക്ക് അപ്പുറത്ത് നിർത്തിട്ടതാണ്. അതും കൊണ്ടുപോയി ഇത് പൊളിച്ചതൊക്കെ നശിപ്പിച്ച് പാത്രങ്ങളെല്ലാം നശിച്ചു. എല്ലാ പാത്രങ്ങളും അവരോട് ഈ വീട്ടിൽ നിന്ന് അക്രമിന്റെ ലൈസൻസ് പോലീസിന് പറഞ്ഞു അവരോട് പറഞ്ഞു പേരുണ്ടല്ലോ ID കാർഡ് അല്ലേ? പോലീസ് വന്ന് അന്വേഷിച്ചിരുന്നോ? ഭാര്യയോ മക്കളോ ആളുണ്ടെങ്കിൽ ഞങ്ങൾ പറ്റുന്നില്ല. റോഡിലൂടെ പോകുമ്പോൾ എത്ര ദിവസങ്ങളായിന്നറിയോ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. ഇവർ പിന്നെ വീട്ടിൽ കയറി വന്നിട്ട് ഫ്യൂസ് ഇല്ല, ബാങ്കിലൂടെ
ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കഥാപാത്രങ്ങളൊന്നും ഞങ്ങളെ നിൽക്കാണ് ഞങ്ങളെ ഒഴിവാക്കൂല. അതുകൊണ്ട് ഈ തീവ്രവാദി മുസ്ലിം ലീഗുകാരെ ഞങ്ങൾക്ക് കുറച്ചെങ്കിലും സമാധാനം ഉണ്ടായിട്ട് പോലീസുകാർ ഇടപെട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒന്നും കൊണ്ടിട്ട് ഞങ്ങളുടെ കുട്ടികളില്ല. ഞങ്ങൾക്ക് മുതല് നഷ്ടം, ആള് നഷ്ടം ഒക്കെ ഞങ്ങൾക്ക് നഷ്ടം വന്ന് കിടക്കാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് എന്തിനെങ്കിലും ഇനിയും ജീവിക്കണ്ടേ? ഒന്നും വേണ്ട. സാറ് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഒരു പെൺകുട്ടീനെ അവിടെ കയറി പിടിക്കാൻ ശ്രമിച്ചത്. ഞാനൊരു പെൺകുട്ടിയാ, വർക്ക് ചെയ്യുന്ന കുട്ടിയാ. ഞങ്ങൾക്ക് റോഡിലൂടെ നടക്കണം. ഞാനും ഡ്രൈവ് ചെയ്ത് പോകുന്നതാ. എനിക്ക് ഒരുപാട് ഭീഷണി ഉണ്ട് ഞാൻ പോകുന്നുണ്ട്. പറ്റുന്നില്ല പോകാൻ. എന്താ ചെയ്യേണ്ടത് ഞങ്ങള്? ഞങ്ങൾക്ക് എന്തിനെങ്കിലും ഈ മുസ്ലിം ലീഗിന് കുറച്ച് പേര് മാത്രമല്ല, ഈ 10 മാസമായിട്ട് ഈ കുറച്ച് വ്യക്തികളാണ് ഇവിടെ ശല്യം ചെയ്യുന്നത് ഞങ്ങളെ. അതിവര് പാർട്ടിക്കാരാണോ അവര് പോറ്റുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണം. ഇന്ന് ചെയ്തിട്ട് നാളെ അവര് ജയിലിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് പടക്കം പൊട്ടിക്കുക, വീണ്ടും ചെയ്യാം. അവരിവിടെ വരുത്തുന്നുണ്ട്, നാട്ടില് ഡെയിലി വരുന്നുണ്ട് പോകുന്നുണ്ട്. ഒക്കെ കാണണ്ട അവരത്. മീഡിയ വൺ പോലുള്ള ചാനലുകള് ഒരുപാട്. ഞാൻ 2 ദിവസം ഞാൻ ഇതിലെ പോകുമ്പോ കണ്ടതാ. അവര് 2 days ഇവിടെ ആൽബസാറിലുണ്ടായിരുന്നു. എന്നിട്ട് അവര് പറയാം ഞങ്ങൾ ഫുള്ള് കവർ ചെയ്തിരുന്നു. അവരൊന്നും കവർ ചെയ്തിട്ടില്ല. വെറും പോലീസുകാരെ ആക്രമിച്ചെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പോലീസുകാരല്ല ചെയ്തത്. ഇവിടെ പോലീസുകാരൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ മൊത്തം മുസ്ലിം ലീഗിന്റെ തീവ്രവാദികളാണ് കുറച്ച് പേര്. അവർ ഏത് ലഹരിയിലാണോ എന്താ ചെയ്തത്